സൗദി വെറുക്കുന്ന പല ആളുകളും സ്നേഹിക്കുന്ന അവരുടെ റോൾ മോഡലാണ് ഹീറോവാര ഇറാൻ. എന്തടിസ്ഥാനത്തിൽ ഏത് ദീനിൽ എന്ത് കാര്യം പറഞ്ഞിട്ടാണ് അവർക്ക് ന്യായീകരിക്കാൻ കഴിയും? പേരിന് പോലും മുസ്ലിം ആണെന്ന് പറയാൻ പറ്റാത്ത ആളുകൾ. ഒരു നാട്ടിൽ ഷിർക്കില്ല എന്നുണ്ടെങ്കിൽ, ഷിർക്കിന്റെ അടയാളങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ആ നാടാണ് നമ്മൾ മറ്റേത് നാടുകളെക്കാളും ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട നാട്. സൗദി അറേബ്യയിലല്ലാതെ മറ്റേത് നാട്ടിലാണ് ഒരു ഷിർക്കിന്റെ അടയാളം പോലില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയ നാടുള്ളത്? ഒരു നാടില്ല. സൗദി അറേബ്യയിൽ എവിടെയും കാണാൻ കഴിയും ഒരു ജാർ, ഒരു മഖബറ, ഒരു സിയാറത്ത് കേന്ദ്രം. ആളുകൾ ഏതെങ്കിലും ഒരു മരം ബറക്കത്തിന് ലക്ഷ്യമാക്കിക്കൊണ്ട് ആ മരത്തിന് ചുറ്റും കൂടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അടുത്ത ദിവസം മരം അവിടെ ഉണ്ടാവില്ല. സൗദി അറേബ്യ അടുത്ത ദിവസം മരം അവിടെ ഉണ്ടാവില്ല. മരമോ കല്ലോ എന്തായിക്കോട്ടെ. അപ്പൊ ഇങ്ങനൊരു നാടിനെ സ്നേഹിച്ചില്ലെങ്കിൽ ഏത് നാടിനെ സ്നേഹിക്കാം? അവരിൽ പോരായ്മകളുണ്ട്. ആ പോരായ്മ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പോരായ്മകൾ തന്നെ. പക്ഷെ എന്താ മാനുഷികമായിട്ടുള്ള പോരായ്മകളാണ്. പക്ഷെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് അവരാണ്. ഈ സൗദി അറേബ്യയെ കുറ്റം പറയുന്ന ആളുകൾ സ്നേഹിക്കുന്ന നാടുകളാണ് നിങ്ങൾക്ക് അത്ഭുതപ്പെടും. ഷിർക്ക് കൊടികുത്തി വാഴുന്ന ജാറങ്ങളും അക്ബറും കൊണ്ട് തട്ടി നടക്കാൻ പറ്റാത്ത നാടുകൾ. അങ്ങനത്തെ നാടുകളാണ് അവർ എന്ത് ചെയ്യുന്നത്? സ്നേഹിക്കുന്നത്. ചില നാടുകളിലെ ആളുകൾ മുസ്ലിമീങ്ങൾ പോലല്ല എന്ന് പണ്ഡിതന്മാർ വിധി പറഞ്ഞു. കാഫറുകളാണ് പറഞ്ഞു. ഇപ്പൊ ഇതുപോലെ ഇറാനിലെ റാഫിദുകളെ പോലെ. സൗദി വെറുക്കുന്ന പല ആളുകളും സ്നേഹിക്കുന്ന അവരുടെ റോൾ മോഡലാണ് ഹീറോവാര ഇറാൻ. എന്തടിസ്ഥാനത്തിൽ ഏത് ദീനിൽ എന്ത് കാര്യം പറഞ്ഞിട്ടാണ് അവർക്ക് ന്യായീകരിക്കാൻ കഴിയും? പേരിന് പോലും മുസ്ലിം ആണെന്ന് പറയാൻ പറ്റാത്ത ആളുകൾ.